എല്ലാ മാതാപിതാക്കളും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മരണം ഒരിക്കലും കാണാൻ ഇടവരരുതേ എന്ന്. മകൻ്റെ മരണം കണ്ട് സഹിക്കാനാവാതെ ഒരച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനു മുൻപും പലതവണ ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അവർക്ക് അകാലത്തിൽ മരിച്ചുപോയ മകൻ്റെ വിഷമത്തിൽ തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നത്. ആ ഒരു വിഷമത്തിൽ നിന്ന് അവർക്ക് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അതാണ് ഒരു സത്യം എന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഈ ഒരു വാർത്തയെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുകയും ആ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഏകമകൻ അകാലത്തിൽ മരിച്ചതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന ദമ്പതികൾ ജീവനൊടുക്കിയ നിലയിൽ ഇപ്പോൾ കണ്ടെത്തി എന്നതാണ് കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത. വൈപ്പിൻ ഞാറയ്ക്കൽ പഞ്ചായത്ത് 4-ാം വാർഡിൽ ആശുപത്രിക്ക് വടക്കുവശം കളത്തിപ്പറമ്പിൽ സജീവും ഭാര്യ സബിതയുമാണ് മരിച്ചത്. സജീവിന് പ്രായം 72, സബിതയ്ക്ക് 63 വയസ്സുമാണ്. ഇന്ന് രാവിലെ വീടിൻ്റെ മുൻവശത്തുള്ള മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഞാറയ്ക്കൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നേരത്തെ വിദേശത്തായിരുന്ന സഞ്ജീവ് മടങ്ങിയെത്തിയതിനു ശേഷം മഞ്ഞക്കാട് മറൈൻ വർക്ക്ഷോപ്പിൽ നടത്തുകയായിരുന്നു. നിയമവകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന സബിത ഏതാനും വർഷം മുൻപാണ് വിരമിച്ചത്. ഇവരുടെ ഏക മകൻ സിജോയ് ഏതാനും വർഷം മുൻപ് അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇരുവരും കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു എന്നാണ് അടുത്ത വൃത്തങ്ങളോട് തന്നെ ചോദിക്കുമ്പോഴും ബന്ധുക്കളും എല്ലാവരും പറയുന്നത്. 1 വർഷം മുൻപ് കയ്യിലെ ഞരമ്പ് മുറിച്ച് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്ന് ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമായിരുന്നു അന്ന് ആശുപത്രി വിട്ടത്. അന്നു മുതൽ സഹോദരൻ എല്ലാ ദിവസവും സഞ്ജീവിനോട് വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഇതും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ന് രാവിലെ 9 മണിയോടെ വീട്ടിലെത്തണമെന്ന് സഞ്ജീവ് സഹോദരനെ വിളിച്ചു പറഞ്ഞു. സഹോദരൻ ഇന്ന് രാവിലെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് അയൽവാസി വീട്ടിലെത്തി നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വീടിൻ്റെ മുൻവാതിൽ തുറന്ന നിലയിലായിരുന്നു. ഒരുപക്ഷെ സഞ്ജീവിനെ വിളിച്ചു വരുത്തിയതും അതിന് തന്നെ ആയിരിക്കാം. അവരവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയാമായിട്ടും അതിനെക്കുറിച്ച് ചെയ്യുകയായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിലെ വേദനയൊന്നും തന്നെ മനസ്സിൽ വയ്ക്കാതെ അതിനുവേണ്ടി തുനിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് പറയണമെന്നറിയില്ല. അതിങ്ങനൊരവസ്ഥയിലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം, ജീവിതത്തിൽ ഒട്ടും വിചാരിക്കാത്തൊരു സംഭവം, ഏകമകൻ്റെ അകാലമായ മരണം. അതാണ് ഈ ദമ്പതികളെ തളർത്തിയത്. ദമ്പതികൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയതും മുൻപും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദമ്പതികൾ കൂടിയാണെന്നറിഞ്ഞപ്പോൾ ഇരട്ടി വിഷമമാണ് പ്രേക്ഷകർക്ക്.